പ്രോബ്ലം 7644 ഡിവൈഡഡ് ബൈ 13 എവിടെയാണ് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്പർ ഓഫ് ഡിവിഡൻഡ് ഡിജിറ്റ്സ് 4, ഡിവൈസർ ഡിജിറ്റ് 2. 4 മൈനസ് 2 ഈസ് ഈക്വൽ ടു 2, 2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 1. വൺസ് റോഡിൽ നമുക്ക് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യാം. ഇതൊന്നുകൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് 4 ഈ ഡിവിഷൻ സൈനും കൂടി ചേർത്ത് ഡിവൈസർ മൈനസ് ചെയ്യുക. അപ്പോൾ 4 മൈനസ് 3 ഈസ് ഈക്വൽ ടു 1. വൺസ് റോഡ് എവിടെയാണ് വരുന്നത്? ഇതാണ് വൺസ് റോഡ്. വൺസ് റോഡ് നമുക്ക് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യാം. 7644. ഡിവൈസർ എത്രയാണ്? 1 3 13. ഇനി എവിടെയാണ് ആൻസർ പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇവിടെ 13 ഡിവൈസറിലെ 2 ഡിജിറ്റ്സ് ആണ്. ആ 13 നമ്മുടെ ഡിവിഡൻഡിലെ 2 ഡിജിറ്റ്സുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡിവൈസർ ചെറുതാണ്. ഡിവൈസർ ചെറുതാണെങ്കിൽ നമ്മൾ ജമ്പിങ് റോഡിൽ വേണം ആൻസർ പ്ലേസ് ചെയ്യാൻ. ഒരു റോഡ് സ്കിപ്പ് ചെയ്ത് അടുത്ത റോഡിൽ ആൻസർ പ്ലേസ് ചെയ്യുക. അപ്പോൾ 100 റോഡ്സിൽ വരും. ഇവിടെ നമ്മൾ നോക്കുന്നത് 76ൽ 13 എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 7ൽ 1 7 ടൈംസ് 7. ഈ 7 കൊണ്ട് നമുക്ക് ഈ 1നെയും ഗുണിച്ച് ലെസ് ചെയ്യണം, 3യെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 7 1s are 7 ലെസ് ചെയ്തു. ഇനി 7 3s are 21 ലെസ് ചെയ്യണം. 21 ഇല്ല ഇവിടെ 6 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. എങ്ങനെയാണ് റീസ്റ്റോറേഷൻ? ആൻസറിൽ നിന്നും നമ്മളൊരു 1 ലെസ് ചെയ്യുന്നു, 7നെ 6 ആക്കുന്നു. അതേ ടൈമിൽ തന്നെ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ്, ഇവിടെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ആ 1 നമ്മൾ ജമ്പിങ് റോഡിൽ പ്ലേസ് ചെയ്യുന്നു. എവിടെയാണോ ആൻസർ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് അതിൽ നിന്നും ഒരു റോഡ് വിട്ട് നെക്സ്റ്റ് റോഡിൽ ജമ്പിങ് റോഡിൽ നമുക്ക് ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യാം. 1 ആഡ് ചെയ്തു. ഇനി 6 3s are 18. 18 ഉണ്ടോ? 18 ഇല്ല, ഇവിടെ 16 ഉള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യം കൂടി റീസ്റ്റോറേഷൻ ചെയ്യാം. ആൻസറിൽ നിന്നും ഒരു 1 കൂടി ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ജമ്പിങ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 5 3s are 15 ലെസ് ചെയ്യാം. 15 ലെസ് ചെയ്യാം. ഇവിടുന്ന് 15 ലെസ് ചെയ്യാനുണ്ട്. ലെസ് 10 ലെസ് 5. ഇപ്പോൾ 76ൽ ബാലൻസ് 1 1 11. നെക്സ്റ്റ് ഡിജിറ്റ് 4. 114ൽ 1 3 13 എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെയും 1 ആണ്, ഇവിടെയും 1 ആണ്. അത് മാത്രമല്ല ഡിവൈസറിലെ സെക്കൻഡ് ഡിജിറ്റ് ഡിവിഡൻഡിലെ സെക്കൻഡ് ഡിജിറ്റിനേക്കാൾ വലുതാണ് അല്ലേ? അപ്പോൾ അതുകൊണ്ട് നമുക്ക് 9 യൂസ് ചെയ്യാം. 9 റൂൾ യൂസ് ചെയ്യാം. 9. ഇനി ഈ 9 കൊണ്ട് നമുക്ക് 1നെയും 3യെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 9 1s are 9 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 1. ഇനി 9 3s are 27 ലെസ് ചെയ്യണം. 27 ഉണ്ടോ ഇവിടെ? ഇല്ല, 24 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ ചെയ്യാം. ആൻസറിൽ നിന്ന് ഒരു 1 ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ജമ്പിങ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നു. 8 3s are 24 ലെസ് ചെയ്യാം. 20 ലെസ് ചെയ്തു. 4 ലെസ് ചെയ്തു. ഇപ്പോൾ ബാലൻസ് 1 0 10 ആയി. പുതിയ ഡിജിറ്റ് 4. 104ൽ 13 നോക്കാം. അതാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഇപ്പോഴും 1 1 വന്നു അല്ലേ? 1 1 ആണ്. അതുപോലെ തന്നെ 10നേക്കാൾ വലുതാണ് 13. ഡിവൈസറിലെ സെക്കൻഡ് ഡിജിറ്റ് വലുതാണ്. അതുകൊണ്ട് നമുക്ക് 9 യൂസ് ചെയ്യാം. 9 യൂസ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത റോഡിൽ തന്നെ നെക്സ്റ്റ് ഇമ്മീഡിയറ്റ് റോഡിൽ തന്നെ നമുക്ക് ആൻസർ പ്ലേസ് ചെയ്യാം. 9 പ്ലേസ് ചെയ്യാം. കാരണം ഡിവൈസറിലെ ഡിജിറ്റാണ് വലുത് വരാം. അപ്പോൾ 9 സെറ്റ് ചെയ്തു. ഇനി ഈ 9 കൊണ്ട് നമുക്ക് 1നെയും 3യെയും ഗുണിച്ച് ലെസ് ചെയ്യാം. 9 1s are 9 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 1. 9 3s are 27 ലെസ് ചെയ്യാനല്ലേ? ഇവിടെ 14 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. റീസ്റ്റോറേഷൻ എങ്ങനെയാണ്? ആൻസറിൽ നിന്നും ഒരു 1 നമ്മൾ ലെസ് ചെയ്തു. 9നെ 8 ആക്കി. അതേ ടൈമിൽ തന്നെ ജമ്പിങ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്തു. ഇനി 8 3s are 24 ലെസ് ചെയ്തു. ആൻസർ ഈസ് 588. നെക്സ്റ്റ് പ്രോബ്ലം 7332 ഡിവൈഡഡ് ബൈ 18. എവിടെയാണ് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് നോക്കാം.
ഡിവിഡൻ ഡിജിറ്റ് 4, ഡിവിഷൻ സൈനും കൂടി ചേർത്ത് ഡിവൈസർ ഡിജിറ്റ് 3. 4 - 3 = 1. വൺസ് റോഡ് നമുക്ക് ഡിവിഡൻഡ് സെറ്റ് ചെയ്യാം. 7332. ഡിവൈസർ 18. ഇവിടെ 18ഉം 73യും കൂടി നോക്കുമ്പോൾ 18 ചെറുതാണ്, ഡിവൈസർ ചെറുതാണ്. അതുകൊണ്ട് ഒരു റോഡ് സ്കിപ്പ് ചെയ്ത് ജമ്പിംഗ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. 73ൽ 18 എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ 7ൽ 1 7 ടൈംസ്. 7 സെറ്റ് ചെയ്യാം. 7 ഈ 7 കൊണ്ട് നമുക്ക് 1നെയും 8നെയും കുറിച്ച് ലെസ് ചെയ്യണം. 7 1s are 7 ലെസ് ചെയ്തു. 7 8s are 56. ലെസ് ചെയ്യാനില്ല, അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ആൻസറിൽ നിന്നും ഒരു 1 ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്യുന്നു. 6 8s are 48 വേണം, അതുമില്ല. അതുകൊണ്ട് ആൻസറിൽ നിന്നും ഒരു 1 കൂടെ ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. 5 8s are 40. 40യുമില്ല, അതുകൊണ്ട് ആൻസറിൽ നിന്നും ഒരു 1 കൂടി ലെസ് ചെയ്യുന്നു. ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. 4 8s are 32. ലെസ് ചെയ്യാൻ ഉണ്ട് നമ്മളുടെ അടുത്ത്. 32 ലെസ് ചെയ്യാൻ 30 ലെസ് ചെയ്തു, 2 ലെസ് ചെയ്തു. ഇപ്പോൾ ഇതിൽ ബാലൻസ് 1. 73ൽ ബാലൻസ് 1. നെക്സ്റ്റ് ഡിജിറ്റ് 3. 1 3 13ൽ 18 ഉണ്ടോ? ഇല്ല. അത് കാരണം 132ൽ 18 എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇവിടെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. അത് മാത്രമല്ല ഡിവൈസിലെ സെക്കൻഡ് ഡിജിറ്റ് വലുതാണ്. അതുകൊണ്ട് 9 നമുക്ക് യൂസ് ചെയ്യാം. 9 റൂൾ യൂസ് ചെയ്യാം. 9 യൂസ് ചെയ്യുമ്പോൾ നമുക്ക് തൊട്ടടുത്ത ഇമ്മീഡിയറ്റ് റോഡിൽ തന്നെ ആൻസർ പ്ലേസ് ചെയ്യാം. കാരണം ഡിവൈസർ എപ്പോഴും വലുതായിരിക്കും. അതുകൊണ്ട് 9 ഇമ്മീഡിയറ്റ് റോഡിൽ തന്നെ 9 സെറ്റ് ചെയ്തു. ഇനി ഈ 9 കൊണ്ട് നമുക്ക് ഈ 1നെയും 8നെയും കുറിച്ച് ലെസ് ചെയ്യണം. 9 1s are 9 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 1. 9 8s are 72 ലെസ് ചെയ്യണം. 72 ഇല്ല നമ്മുടെ അടുത്ത്, 42 ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് റീസ്റ്റോറേഷൻ മെത്തേഡ് യൂസ് ചെയ്യാം. ആൻസറിൽ നിന്ന് ഒരു 1 ലെസ് ചെയ്യുന്നു. ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. ജമ്പിംഗ് റോഡിൽ 1 ആഡ് ചെയ്യണം. ജമ്പിംഗ് റോഡ് ഏതാണ്? ഇതാണ്. അപ്പോൾ ആഡ് 5 ലെസ് 4 1 ആഡ് ചെയ്തു. അപ്പോൾ 52 ആയി. 8 8s are 64. 64ഉം ഇല്ല, ഇവിടെ 52 ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ആൻസറിൽ നിന്നും ഒരു 1 കൂടി ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ജമ്പിംഗ് റോഡിൽ ആഡ് ചെയ്യുന്നു. ഇനി 7 8s are 56 ഉണ്ട് അല്ലേ? അപ്പോൾ 56 ലെസ് ചെയ്യുക. 50 ലെസ് ചെയ്തു. 6 ലെസ് ചെയ്യുക. ലെസ് 10 ആഡ് 4 ലെസ് 1. ഓക്കെ, ഇപ്പോൾ ആൻസർ എത്രയായി? 407. 407. നമ്മളുടെ റിമൈൻഡർ 6. ഇനി നമുക്ക് ഡെസിമൽ ആൻസറിന് വേണ്ടിയിട്ട് നോക്കാം. ഡെസിമൽ ആൻസർ വരികയാണെങ്കിൽ ഇവിടെ 0 വരും. 60 6 0 60. 60ൽ 13 എത്ര ടൈംസ് ഉണ്ടെന്ന് നോക്കാം. 60യും 18ഉം ആവുമ്പോൾ 18 ചെറുതാണ്, ഡിവൈസർ ചെറുതാണ്. ഡിവൈസർ ചെറുതാവുമ്പോൾ നമ്മൾ ആൻസർ എവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു റോഡ് വിട്ട് സ്കിപ്പ് ചെയ്ത് എവിടെയാണ് ജമ്പിംഗ് റോഡ് വേണം ആൻസർ പ്ലേസ് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പോയിന്റ് വരും. അപ്പോൾ 60ൽ 18 നോക്കുമ്പോൾ 6ൽ 1 6 ടൈംസ്. 6 നമുക്ക് സെറ്റ് ചെയ്ത് നോക്കാം. 6 ഈ 6 കൊണ്ട് നമുക്ക് 1നെയും 8നെയും കുറിച്ച് ലെസ് ചെയ്യണം. 6 1s are 6 ലെസ് ചെയ്തു. പക്ഷേ ഇവിടെ 0 മാത്രമേ ഉള്ളൂ. 6 8s are 48 വേണം, ഇല്ല. അതുകൊണ്ട് ലെസ് 1 ജമ്പിംഗ് റോഡിൽ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. 5 8s are 40, അതുമില്ല. അപ്പോൾ ലെസ് 1 ആഡ് 1. 4 8s are 32 വേണം, 32 ഇല്ല. ലെസ് 1 ആഡ് 1. 3 8s are 24 ലെസ് ചെയ്യാൻ. 20 ലെസ് ചെയ്തു. 4 ലെസ് ചെയ്യാൻ. ലെസ് 10 ആഡ് 6. പിന്നെ ഇവിടെ 6 വന്നു. അപ്പോൾ നമ്മൾ ഒരു 0 ബോറോ ചെയ്ത് 60 പിന്നെ ആക്കുന്നു. പിന്നെ ഇവിടെ 3 വരും. ഇതിങ്ങനെ 3 3 3 എന്ന് ഇൻഫിനിറ്റ് ആയിട്ട് പോകും. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് ആൻസർ നിർത്താം. ആൻസർ ഈസ് 407.333 ഇങ്ങനെ പോകും. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. 6290 ഡിവൈഡഡ് ബൈ 11.
4 minus 3 is equal to 1. വൺസ് റോഡിൽ നമുക്ക് ഡിവിഡൻഡ് പ്ലേസ് ചെയ്യാം. 6290. 11 ഡിവൈസർ. അപ്പോൾ ഡിവൈസറാണ് ചെറുത്, അതുകൊണ്ട് ജമ്പിങ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്ത് തുടങ്ങാം. ഹൺഡ്രഡ്സ് റോഡിൽ ആൻസർ പ്ലേസ് ചെയ്യാം. 6ൽ 1 6 times 6. പ്രാക്ടീസ് ആയവർക്കറിയാം 62വിൽ 11 5 ടൈംസ് ആണ്. അപ്പോൾ നമുക്ക് 5 11s are 55 ഡയറക്റ്റ് ആയിട്ട് ലെസ് ചെയ്യാം. ഇവിടെ പക്ഷെ ഞാൻ ഫുൾ സ്റ്റെപ്പ് ചെയ്യണം. ഈ 6 കൊണ്ട് നമുക്ക് ഈ 1നെയും ഗുണിച്ച് ലെസ് ചെയ്യണം. 6 1s are 6 ലെസ് ചെയ്തു. 6 1s are 6 ലെസ് ചെയ്യണം. കാരണം 62വിലാണ് നമ്മൾ 11 നോക്കുന്നത്, ഇവിടെ 6 ഇല്ല. അതുകൊണ്ട് നമുക്ക് ആൻസറിൽ നിന്നും ഒരു 1 ലെസ് ചെയ്യുന്നു. അതേ ടൈമിൽ തന്നെ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് ജമ്പിങ് റോഡിൽ എവിടെയാണോ ആൻസർ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നും ഒരു റോഡ് വിട്ട് ജമ്പിങ് റോഡിൽ നമ്മൾ ഡിവൈസറിലെ ഫസ്റ്റ് ഡിജിറ്റ് 1 ആഡ് ചെയ്യുന്നു. ഇപ്പോൾ 5 1s are 5 ലെസ് ചെയ്യാം. 5 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 5. ഇതിൽ 7 ബാലൻസ് വന്നു. നെക്സ്റ്റ് ഡിജിറ്റ് 9. 79ൽ 11 എത്ര ടൈംസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. 7ൽ 1 7 ടൈംസ്. 7 1s are 7 ലെസ് ചെയ്തു. 7 1s are 7 ലെസ് ചെയ്തു. ഇതിൽ ബാലൻസ് 2. നെക്സ്റ്റ് ഡിജിറ്റ് 0. 2 0 20ൽ 11 നോക്കാം. 2ൽ 1 2 ടൈംസ് 2 ചെയ്തു. 2 1s are 2 ലെസ് ചെയ്തു. ഇനി ഈ 2 കൊണ്ട് ഈ 1നെ കൂടി ഗുണിച്ച് ലെസ് ചെയ്യണം. അതെവിടെ ഉണ്ടോ? ഇല്ല. അപ്പോൾ 2 പോസിബിൾ അല്ല. ലെസ് 1. ജമ്പിങ് റോഡിൽ ഫസ്റ്റ് ഡിജിറ്റ് ആഡ് ചെയ്തു 1. 1 1s are 1 ലെസ് ചെയ്യാം. 1 ലെസ് ചെയ്യാം. ലെസ് 10 ആഡ് 9. ഓക്കെ, ഇപ്പോൾ എത്രയായി ആൻസർ? 571. റിമൈൻഡർ 9. നിങ്ങൾക്ക് ഡെസിമൽ ആൻസർ വേണമെങ്കിൽ 9090 അങ്ങനെ ചെയ്തു തുടങ്ങാം. ഇനി ഈ ആൻസർ റിമൈൻഡർ വെച്ചിട്ടുള്ള ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് വേണം? 571 into 11 plus 9 is equal to 690 ആണെങ്കിൽ നമ്മളുടെ ആൻസർ ശരിയാണെന്നറിയാം.